Okay, good evening all. Welcome to Anst Academy Learning App. അപ്പം നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ സിലബസ് മെക്കാനിക്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സോട് കൂടി മെക്കാനിക്സ് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു 85-90% കാര്യങ്ങൾ മെക്കാനിക്സിലെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആദ്യം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിടക്കുന്ന ആ ടോപ്പിക് തന്നെയാണ് അല്ലെ, ഫോഴ്സ്, ലോസ് ഓഫ് മോഷൻ, ദെൻ ഗ്രാവിറ്റേഷൻ പഠിച്ചു, ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറേയേറെ പ്രോബ്ലംസും അല്ലെങ്കിൽ MCQസും നമ്മൾ ചെയ്തു, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നും നമുക്ക് കുറച്ച് MCQs ഉണ്ട്. ഇന്ന് നമ്മൾ മെക്കാനിക്സിന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതിനകത്ത് ഏകദേശം നമ്മൾ അത് തന്നെ പറയേണ്ട കുറച്ചേറെ കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതും കൂടി പറഞ്ഞാൽ മെക്കാനിക്സ് നമുക്ക് ഏകദേശം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സിലെ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ആദ്യം ഫോഴ്സ് ആണെങ്കിലും പിന്നീട് സബ് ടോപ്പിക്സ് ഒത്തിരി വരുന്നുണ്ട്. കാരണം നമ്മൾ ബാക്കിയുള്ള ഓരോ ടോപ്പിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഫോഴ്സ് എടുക്കുന്നത്. ഫോഴ്സിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഓസിലേഷൻസ് പഠിക്കാനുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻസ്, അവിടെ നമ്മുടെ പെൻഡുലത്തിന്റെയും അതുകൊണ്ട് തന്നെ സ്പ്രിങ്ങിന്റെയും. ഇത്രയാണ് നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഫോഴ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫിസിക്സിൽ അല്ലെങ്കിൽ മെക്കാനിക്സിൽ എന്താണ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റൻസിനെ അല്ലെ, നമ്മൾ സബ്സ്റ്റൻസിനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്പേസില് എവിടെയെങ്കിലും മാറ്റർ അല്ലെ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ബോഡി എന്ന് വിളിക്കുന്നത്. എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, the matter contained in a body which is known as mass. എത്രയാണോ ബോഡിക്കകത്തുള്ള മാറ്റർ അതിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞത്. അപ്പം എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് ഓഫ് വിച്ച് all the things are composed, which is known as matter, and the body a limited quantity of matter occupying a certain portion of the space. നമ്മൾ മാറ്ററും ബോഡി പറയുമ്പോൾ എപ്പോഴും സ്പേസിനകത്തെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ പറയത്തുള്ളൂ, മൊത്തം കൂടി ചേർത്ത് പറയത്തില്ല. ശരിയാണല്ലോ. അപ്പം ബോഡി എന്ന് പറയുമ്പോൾ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു റീജിയനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്. ദെൻ മാസ് എന്തോന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ ഗ്രാവിറ്റേഷനൊക്കെ പറഞ്ഞ സാധനമാണ് മാസ്. മാസ് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡിക്കകത്ത് അടങ്ങിയിരിക്കുന്ന മാറ്ററിനെ വിളിക്കുന്ന പേരാണ് മാസ് എന്ന് പറയും. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻ ആണ് മാറ്റർ, ബോഡി ആൻഡ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേ കൂട്ട് ഇനിയാണ് നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുന്നത്. എന്താണ് അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ബോഡി ഇപ്പത്തെ ഇങ്ങനെ കാണുന്ന റെക്ടാംഗുലർ ബോഡി, നമ്മൾ പഠിച്ച കാര്യമാണ്. റെക്ടാംഗുലർ ബോഡി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇതിന്റെ നമ്മൾ ഈ പറയുന്ന റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷനെ സ്ട്രെയിറ്റ് ലൈനിൽ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ എന്താണോ കൊടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫോഴ്സ്. അങ്ങനെ കൊടുക്കുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫോഴ്സ് എന്ന് വിളിക്കാം. ഫോഴ്സ് ഈസ് എനിത്തിങ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് നോൺ ആസ് ഫോഴ്സ്. അപ്പം ഒരു ഇരിക്കുന്ന ഒരു ബോഡി, നമ്മൾ ബോഡി എന്താന്ന് പറഞ്ഞു, ഒരു ബോഡിയിലേക്ക് അതിന് സർട്ടൻ മാസ് ഉണ്ടാവും. ഈ ബോഡിയിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ അതിന്റെ റെസ്റ്റോ അല്ലെങ്കിൽ മോഷനോ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന ടോപ്പിക് കൊണ്ട് അർത്ഥമാണ്. ഓക്കെ, then force is the action of one body on any other body. ശരിയാണല്ലോ. നമുക്ക് വേണമെങ്കിൽ രണ്ട് ബോഡികൾ തമ്മിലുള്ള ആക്ഷനെ വേണേൽ ഫോഴ്സ് എന്ന് പറയാം. അതുകൊണ്ടാണ് പറയുന്നത് ഫോഴ്സ് ഈസ് ദ ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ എനി അതർ ബോഡി. ഒരു ബോഡിയുടെ മറ്റൊരു ബോഡിയിലുള്ള ആക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് എന്ന് പറയാം. ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, നമ്മൾ പഠിച്ച കാര്യമാണ്, ഫോഴ്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സലറേഷൻ, which is m is the mass and a is the acceleration or acceleration due to gravity എന്ന് പറയാറുണ്ട്. കൂടാതെ ഓർത്തിരിക്കണം, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണെന്ന്, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. F is equal to ma എന്നായതുകൊണ്ട് തന്നെ ഫോഴ്സിന്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കിലോ ന്യൂട്ടൺ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. എത്രയായിരിക്കും?
ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്നാണ് കേട്ടോ. മെഗാ ന്യൂട്ടൺ അറിയാവുന്ന കാര്യമായിരിക്കാം, 10⁻⁶ ന്യൂട്ടൺ എന്നാണ്. ജിഗാ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁹ ന്യൂട്ടൺ എന്നാണ് അർത്ഥം കേട്ടോ. ഇത് അറിഞ്ഞിരിക്കണം, അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട്. ഇനി ന്യൂട്ടൺ അല്ലാതെ മറ്റൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാം. CGS ഒരു യൂണിറ്റ് ഉണ്ട്, ഡൈൻ എന്ന് വിളിക്കാറുണ്ട്, ഞാൻ പഠിപ്പിച്ചാണ് ഡൈൻ. അതുകൊണ്ട് തന്നെ പൗണ്ട്, എം കേസിൽ പൗണ്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫോഴ്സിന്റെ നമ്മൾ ഇവിടെ ചോദിക്കുന്ന സാധനങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. ഫോഴ്സിന്റെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഫോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത് പറയുന്ന ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ്, രണ്ടാമത്തതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. രണ്ട് ടൈപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സും രണ്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സും. അപ്പം എങ്ങനെയാണ് ഈ ഫോഴ്സിനെ കോണ്ടാക്ട് ഫോഴ്സ് എന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേര് കേൾക്കുമ്പോഴേ അറിയാം, എന്തെങ്കിലും ഫിസിക്കൽ കോണ്ടാക്ട്, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെ രണ്ട് ഒബ്ജക്ട്സിനിടയ്ക്ക് എന്തെങ്കിലും ഫിസിക്കൽ കോണ്ടാക്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോണ്ടാക്ട് ഫോഴ്സ്. അല്ലെ, ഫോഴ്സസ് ഉണ്ടാകുമ്പോൾ അത് ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ള ഫോഴ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ്. വിച്ച് മീൻസ് ഫോഴ്സ് വിച്ച് റെപ്രസെന്റ് ദ റിസൾട്ട്സ് ഓഫ് ഫിസിക്കൽ കോണ്ടാക്ട് between two objects, that is one of the object exerts force on the other is called contact force. Okay, force which acts on a body either directly or through a medium are called contact force. വളരെ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നത് പഠിച്ചു വെച്ചോണം. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെയോ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഇതിനകത്ത് എക്സാമ്പിൾ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സ്പ്രിംഗ് ബാലൻസിനെ സ്ട്രെച്ച് ചെയ്യുന്നത് ഈ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. കിക്കിംഗ് എ ഫുട്ബോൾ, അതേകൂടെ താഴെ കൊടുത്തിട്ടുണ്ട് മസ്കുലാർ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് മൂന്നും കോണ്ടാക്ട് ഫോഴ്സിനുള്ള എക്സാമ്പിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറെ ഫോഴ്സ് വന്നിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് എന്ന് ചോദിക്കാം. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, നമുക്ക് എന്തൊക്കെയാണോ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്നത് അല്ലെ, ഒബ്ജക്ട്സിന്റെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്നത്, ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നോൺ കോണ്ടാക്ട് ഫോഴ്സ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് which act through spaces without making direct contact with the body are called നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇത് സ്പേസിൽ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതിനുള്ള എക്സാമ്പിൾ ആണ് പഠിച്ചിരിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാം, ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം എന്തെങ്കിലും വസ്തു ഭൂമിയിലേക്ക് ആകർഷിക്കുകയാണെങ്കിൽ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അവിടെ നമുക്ക് ഒരു മീഡിയത്തിന്റെ ആവശ്യമോ ഡയറക്റ്റ് കോണ്ടാക്ടോ ഇല്ല. കൂടാതെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ എന്തെങ്കിലും വസ്തുവിനെ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ പേപ്പർ രണ്ടെണ്ണം റബ്ബ് ചെയ്തിട്ട് നമ്മുടെ ഈ പറയുന്ന മേശയുടെ മുകളിലായിട്ട് പിടിക്കുവാണെങ്കിൽ പൊടിപടലങ്ങളകത്തേക്ക് കയറി ഡസ്റ്റ് പാർട്ടിക്കിൾസ് കയറി അട്രാക്ട് ചെയ്ത് കാണാൻ പറ്റും. അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അത് അവിടെയും നമുക്ക് എന്താ ആവശ്യമില്ല? ഡയറക്റ്റ് കോണ്ടാക്ട് ആവശ്യമില്ല. ദെൻ മാഗ്നറ്റിക് ഫോഴ്സ്, സ്വാഭാവികമായിട്ടും നമ്മൾ മാഗ്നറ്റ്സ് പഠിക്കുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റ്സിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമുക്കൊരു കാന്തം ഉപയോഗിച്ച് മാഗ്നറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ മൂന്ന് മെയിൻ ഫോഴ്സസിലും എന്തില്ല? ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന എക്സാമ്പിൾ പഠിച്ചു വെക്കുക, നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ?
അതേകൂട്ട് തന്നെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കോണ്ടാക്ട് ഫോഴ്സും അതുകൂട്ട് തന്നെ നോൺ കോണ്ടാക്ട് ഫോഴ്സും പല ടൈപ്പ് ഫോഴ്സ് ഞാൻ മോളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടേരെ നമുക്ക് ഇത് നോക്കാം. നോക്കൂ, ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഇപ്പൊ കോണ്ടാക്ട് ആണെങ്കിൽ നമുക്കറിയാം ഒബ്ജക്ട് തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാവും, ടച്ച് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് എന്തെങ്കിലും വസ്തുവിൽ നമ്മളിപ്പം ഉദാഹരണത്തിന് ഗെയിംസ് കളിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സ് എപ്പോഴും എന്താണ്? ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് സ്വാഭാവികമായിട്ടും സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുകയോ ഇലോങ്ങേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഡ്രാഗ് ഫോഴ്സ് നമുക്കറിയാം, നമ്മുടെ എയറിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡ്രാഗ് ലിഫ്റ്റ് രണ്ട് ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഇതിലെ ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഡ്രാഗ് ഫോഴ്സ്. നമ്മൾ പാരച്യൂട്ടിലൊക്കെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എയറോപ്ലെയിൻസിൽ ഡ്രാഗ് ലിഫ്റ്റ് ആക്ഷൻസ് ആണ്, അവിടെയും ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയാം. ആ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. സർഫസിനെ മുകളിലൂടെ എന്തെങ്കിലും വസ്തുവിനെ വലിച്ചു നീക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതും ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ദെൻ നോർമൽ ഫോഴ്സ്, ഒരു വസ്തുവിൽ നമ്മൾ ഈ കാണുന്ന കൂട്ട് മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം താഴേക്ക് റിയാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള നോർമൽ ഫോഴ്സ് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ കാറ്റഗറി വരുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം മെയിൻ ആയിട്ടുള്ളത് പഠിച്ചിരിക്കണം. മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പം നമുക്ക് ചോദ്യ വിഭാഗത്തു നിന്ന് വരുന്നത് പക്ക തിയറി ചോദ്യങ്ങൾ ചോദിക്കാം. കോണ്ടാക്ട് ഫോഴ്സിനെയും നോൺ കോണ്ടാക്ട് ഫോഴ്സിനെയും ബേസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, മറന്നുപോകരുത്. ഇനി ഒരു ഫോഴ്സിന്റെ സ്പെസിഫിക്കേഷൻ എലമെന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഒരു ഫോഴ്സ്, ഞാനിപ്പോ പറഞ്ഞോളൂ, ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഫോഴ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് മാഗ്നിറ്റ്യൂഡ് ആണ്, രണ്ട് അതിന്റെ ഡയറക്ഷൻ ആണ്, മൂന്ന് അത് എവിടെ അപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇത് മൂന്നുമാണ് ഒരു ഫോഴ്സിന്റെ സ്പെസിഫിക്കേഷൻ. അറിഞ്ഞിരിക്കണം, ചോദിക്കാം. മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആർ ദ എലമെന്റ്സ് ഓർ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ പ്രിൻസിപ്പിൾ പറയുന്നത് എക്സ്റ്റേണൽ എഫക്ട് ഓഫ് എ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഓർ external effect of a force on a rigid body is the same for all point of application along its line of action. നോക്കുക, ഇവിടെ കാണാൻ പറ്റും ഈ ബോഡിയില് നമ്മള് ഒരു ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പുള്ള് അല്ലെങ്കിൽ ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞതായിരിക്കും ഈ കാണുന്നതായിരിക്കും ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. അപ്പം ലൈൻ ഓഫ് ആക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്, ഇത് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കോണ്ടാക്ട് ആണ്, അല്ലെ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടെയൊക്കെ ഏത് ഫോഴ്സ് ആക്ട് ചെയ്താലും അതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ അത് ഈ ഫോഴ്സിന് സെയിം ആണ്, ഇവിടെ ആക്ട് ചെയ്യുവാണെങ്കിൽ അത് ഈ ഫോഴ്സിന് സെയിം ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. വലിയ ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും അറിഞ്ഞിരിക്കുക. എക്സ്റ്റേണൽ എഫക്ട് ഓഫ് എ ഫോഴ്സ് ഓൺ എ റിജിഡ് ബോഡി ഈസ് ദ സെയിം ഫോർ ഓൾ പോയിന്റ്സ് ഓഫ് ആപ്ലിക്കേഷൻ അലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അത്രേ ഉള്ളൂ. ലൈൻ ഓഫ് ആക്ഷനിലാണ് കേട്ടോ. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷനിലെ ഏത് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് എടുത്താലും അവിടെ ഫോഴ്സസ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. വിച്ച് ഈസ് നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനിയുള്ളത് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് വരുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു, കാരണം ഇത് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കുന്നതാണ്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്. സ്വാഭാവികമായിട്ടും ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ദ ഗിവൺ ഫോഴ്സ് ഇൻ ടു എ നമ്പർ ഓഫ് കമ്പോണൻസ്, നമുക്കറിയാം, വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് എഫക്ട് ഓൺ ദ ബോഡി ഈസ് കോൾഡ് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് മെയിൻ ആയിട്ടുള്ളത് നമുക്കറിയാം, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുകൂട്ട് തന്നെ വെർട്ടിക്കൽ കമ്പോണന്റും എടുത്തിരിക്കാം. അപ്പൊ നമ്മള് ഹൊറിസോണ്ടലിലോ വെർട്ടിക്കലിലോ അല്ലാതെ ഇതിനിടയ്ക്ക് എവിടെ ഫോഴ്സ് ആക്ട് ചെയ്താലും നമുക്കതിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആക്കി മാറ്റാൻ പറ്റും, വെർട്ടിക്കൽ കമ്പോണന്റ് ആക്കി മാറ്റാൻ പറ്റും. എന്ത് വെച്ച്? അതിന്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വെച്ച്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സിനെ രണ്ടായിട്ടാണ് നമുക്ക് റെസൊല്യൂഷൻ നടത്താൻ പറ്റുന്നത്. അതിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ, ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലും. അതിനെ നമ്മൾ എക്സ് ആക്സിസ് ഉള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഹൊറിസോണ്ടൽ കമ്പോണന്റ്. വൈ ആക്സിസ് ഉള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇപ്പൊ കാണാൻ പറ്റും എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എക്സ് ആക്സിന് ഒരു തീറ്റ ആംഗിൾ മാറി ആക്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്കിതിനെ ഒന്നുകിൽ വൈ ആക്സിലോട്ട് റിസോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ആക്സിലോട്ട് റിസോൾവ് ചെയ്യാം. ഇത് നന്നായിട്ട് അറിയാവുന്ന എല്ലാവർക്കും. ഇത് എക്സ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് എടുക്കുന്നെങ്കിൽ, അതായത് എക്സ് ആക്സ് നമ്മൾ അതിനെ എഫ് എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ, ആ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കണം, ഇതിനെ എക്സ് ആക്സിലേക്ക് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റ ഇവിടെയാണ് അല്ലെ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ കോസ് തീറ്റയും സൈൻ തീറ്റയും പഠിക്കുന്നുണ്ട് അല്ലെ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ അഡ്ജസന്റ് ബേസ് ആയിട്ട് പറയുന്നതാണ് കോസ് തീറ്റ. അതുകൊണ്ട് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബേസ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആംഗിൾ തീറ്റയ്ക്ക് അഡ്ജസന്റ് ആയിട്ടാണ് നമ്മുടെ എക്സ് ആക്സ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലെ, എഫിന് അഡ്ജസന്റ്, തീറ്റ ബേസ് അഡ്ജസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ് ആക്സിലെ ആ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് എഫ് കോസ് തീറ്റ. ഓക്കെ, അതേ കൂട്ട് തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ എഫ് ഇതാണ്, ഇതിന് ഓപ്പോസിറ്റ് ആണ് അല്ലെ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ അല്ലെ. അപ്പം സ്വാഭാവികമായിട്ട് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് പറയും, സൈൻ എന്ന് പറയും. അതുകൊണ്ടാണ് വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ എന്ന് എഴുതുക. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി തന്നേ ഉള്ളൂ. അപ്പം നമുക്ക് റെസൊല്യൂഷനിൽ രണ്ട് കമ്പോണന്റ് ആണ് പറയാൻ പറ്റുന്നത്, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റും. ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് എഫ് കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് എഫ് സൈൻ തീറ്റ. അങ്ങനെയെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ കമ്പോണൻസിന് നമ്മൾ എഫ് കോസ് തീറ്റ എന്നും എഫ് സൈൻ തീറ്റ എന്നും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെ റെസൊല്യൂഷൻ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയാണ് റിസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കയറി വരുന്നത്. അപ്പം റിസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ സിംഗിൾ ഫോഴ്സ് വിച്ച് ഹാസ് ദ സെയിം ആക്ഷൻ ഓർ എഫക്ട് ആസ് ഗിവൺ സിസ്റ്റം ഓഫ് ഫോഴ്സ്. നോക്കൂ, ഉദാഹരണം പറയുവാണെങ്കിൽ ഒന്നാമത്തെ ഡയഗ്രാം രണ്ടാമത്തെ ഡയഗ്രാം നോക്കുക. ഒന്നാമത്തെ ഡയഗ്രാം നമുക്ക് കാണാൻ പറ്റും ഒരു ഫോഴ്സ് 60 ന്യൂട്ടൺ റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഫോഴ്സ് 30 ന്യൂട്ടൺ സെയിം ബോഡി റൈറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടും നമ്മൾ എടുക്കുമ്പോൾ ഇത് 60യും ഇത് 30 അല്ലെ. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും 60 30. അതിന്റെ റിസൾട്ട് വരുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതിയായിരിക്കും, വിച്ച് ഈസ് 90 ന്യൂട്ടൺ. ഇതിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരേ ലൈനിലായതുകൊണ്ടാണ്, നമ്മൾ ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്ക് 90 ന്യൂട്ടൺ ടു ദ റൈറ്റ് എന്ന് എഴുതാൻ പറ്റിയത്. ഓക്കെ, അതേ കൂട്ട് തന്നെ ഇതേ ബോഡിയിൽ 30 ന്യൂട്ടൺ റൈറ്റ് സൈഡിലേക്കും 10 ന്യൂട്ടൺ ലെഫ്റ്റ് സൈഡിലേക്കും ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് റിസൾട്ടന്റ് എഴുതുമ്പോൾ വലുത് മൈനസ് ചെറുതെന്ന രീതിയിൽ ചെയ്യുമ്പോൾ 30 - 10 = 20 ന്യൂട്ടൺ. അത് എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്ക്. ഏതാണോ കൂടുതൽ അങ്ങോട്ടേക്കായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയറക്ഷനെ ബേസ് ചെയ്താണ് ഈ റിസൾട്ടന്റ് ഫോഴ്സ് നമ്മൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ട കൂട്ട് ഒരു ആംഗിൾ ബേസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന കൂട്ട് ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. ഡെറിവേഷൻ നിങ്ങൾക്കില്ല, കാരണം മെക്കാനിക്സിന്റെ ഡെറിവേഷൻ ആണ്, നമുക്കത് വേണ്ട. ഈ കാണുന്ന ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ ഫോഴ്സ് റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ നോക്കിക്കോണം. താഴത്തെ ആദ്യം ഞാൻ പറയാം. നോക്കൂ, ഇത് ഇങ്ങനെ എക്സ് കമ്പൗണ്ട് ഒരു ഫോഴ്സ്, അത് പി ആണെന്നിരിക്കട്ടെ. ദെൻ വൈ കമ്പൗണ്ട് ഇങ്ങനെയാണ് കേട്ടോ, ഒരു ഫോഴ്സ് ക്യൂ ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് അതാണ് നമ്മൾ പറയുന്നത്, റിസൾട്ടന്റ് ആണ് R. റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്, എത്രയാണോ ആംഗിൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മൾ പിയും ക്യൂ നമ്മൾ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് റിസൾട്ടന്റ് R = √T² + Q² + 2pq cos θ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ചില ന്യൂമറിക്കൽസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്, വളരെയധികം തെറ്റിക്കുന്നതാണ്. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ്. കാണാൻ പറ്റും തീറ്റ എന്ന് പറയുന്നത് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ്. റിസൾട്ടന്റും പിയും തമ്മിലുള്ള ആംഗിൾ ആൽഫ എന്നാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ റിസൾട്ടന്റും എക്സ് ആക്സും തമ്മിലുള്ള ആംഗിൾ കാണാൻ പറഞ്ഞാൽ നമുക്ക് ടാൻ ആൽഫയ്ക്കുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കണം, വിച്ച് ഈസ് q sin θ by T + Q cos θ എന്നാണ് കേട്ടോ. Q sin θ by T + Q cos θ. ഇനി ഇത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് താഴെ ഒരു ഫിഗർ കാണിച്ചത്. ശ്രദ്ധിക്കൂ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ P ആക്ട് ചെയ്യുന്നത് എക്സ് ആക്സിൽ ഇങ്ങനെ, Q ആക്ട് ചെയ്യുന്നത് വൈ ആക്സിൽ ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ഇത് തമ്മിലുള്ള ആംഗിൾ ആണ്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും.
90 ഡിഗ്രിയാണ്. ഈ തീറ്റയെ വെച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ റിസൾട്ടിന്റെ വാല്യൂ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റിനിൽ കൊടുത്താൽ മതി. എന്ത് മതി? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്നല്ലേ? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq. ഇവിടെ പിയും ക്യൂവും തന്നെയാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിയും ക്യൂവും തന്നെയാണ്. അങ്ങനെയെങ്കിൽ 2pq കോസ് തീറ്റ കോസ് 90 എന്ന് വരും അല്ലെ? കോസ് 90യുടെ വാല്യൂ എല്ലാവർക്കും അറിയാം 0 ആണ്. അതുകൊണ്ട് 2pq ഫുൾ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്നത് r is equal to root of p square plus q square എന്നാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർ മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയും ആംഗിൾ, ആ റിസൾട്ടന്റും എക്സ് ആക്സ് നമ്മൾ ആംഗിൾ ആൽഫ കാണാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ടാൻ ആൽഫ നമുക്ക് മുകളിൽ തന്നെ എഴുതാം അല്ലെ? ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ക്യൂ സൈൻ തീറ്റ എന്നാണ്. ക്യൂ സൈൻ തീറ്റ, സൈൻ 90 1 ആണ്. സോ ക്യൂ ബൈ ദെൻ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ആണ്. ക്യൂ കോസ് 90 0 ആണ്. സോ ആ ക്യൂ കോസ് 90 എന്നുള്ള വാല്യൂ മൊത്തം 0 ആയി പോയി. ദെൻ ക്യൂ ബൈ പി എന്ന് കിട്ടും. സോ ആൽഫ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് ക്യൂ ബൈ പി. ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചോണം, അറിയാവുന്നതാണെന്ന് അറിയാം, എങ്കിലും ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇക്വേഷൻ ആണ്. രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് കാണാനും ആംഗിൾ ഓഫ് കോണ്ടാക്ട് കാണാനും ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രന്റ്. എന്താണ് ഇക്വിലിബ്രന്റ് എന്ന് പറഞ്ഞു? ഇക്വിലിബ്രന്റ് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഡെഫിനിഷൻ ആണ്. ഇക്വിലിബ്രന്റ് ഇറ്റ് ഈസ് എ സിംഗിൾ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ റിസൾട്ടന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫോഴ്സ്. നോക്കൂ, ഇക്വിലിബ്രന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം, ഈ കാണുന്ന കൂട്ട് ഒരു എക്സ് ആക്സിലും വൈ ആക്സിലും ഒരു ഫോഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, പിയും ക്യൂവും. ഓക്കെ, ഇതിന്റെ റിസൾട്ടന്റ് നമുക്കറിയാം ഇങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഈ റിസൾട്ടന്റ് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇച്ചിരി കൺസെപ്റ്റ് ആണത്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും 19 ന്യൂട്ടൺ എക്സ് ആക്സിലും 12 ന്യൂട്ടൺ വൈ ആക്സിലും ആക്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കും വരുന്നേ ഉള്ളൂ, തിയറം ഉണ്ട്, വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും റിസൾട്ടന്റ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സാധനം തന്നെയാണ് ഈ വരച്ചിരിക്കുന്ന റിസൾട്ട്, നമ്മൾ ഇപ്പുറത്താക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ കാണുന്ന ഇക്വിലിബ്രന്റ് ആക്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ സിംഗിൾ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ്. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. എന്താണ് റിസൾട്ടന്റ് കിട്ടുന്നത്? ഇപ്പം 19 ന്യൂട്ടണും 12 ന്യൂട്ടണും വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. തൊട്ടുമുമ്പത്തെ ഇക്വേഷൻ വെച്ച് റിസൾട്ടന്റ് 6 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് വെച്ച് റിസൾട്ടന്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതേ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രന്റ്. ഒരു പക്ഷേ ചോദിക്കാം കേട്ടോ, നമ്മൾ അറിയാതെ പോകുന്ന ഒരു പോയിന്റ് ആണ്. ഇക്വിലിബ്രിയം എന്നൊന്നും അല്ല, ഇക്വിലിബ്രന്റ് എന്നാണ് കേട്ടോ. അത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. അതിന്റെ പ്രത്യേകത സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എന്തിന്? റിസൾട്ടന്റിന്. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചിരിക്കുക. ഇനി ഈ കാണുന്ന ഫോഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് വിശ്വസിക്കുന്നു. കുറച്ച് ഫോഴ്സ് ഞാൻ പറയുന്നേ ഉള്ളൂ. സിസ്റ്റം ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അല്ലെ പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നോൺ പാരലൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തത്. ലൈക്ക് പാരലൽ ഒരേ സെയിം ആയിട്ടുള്ള പാരലൽ ഫോഴ്സ് ആണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി വേറെ ആയിരിക്കും. കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നോട്ട് കുറെ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഒരേ പോയിന്റിലായിട്ട് തന്നെ ആക്ട് ചെയ്യുവാണെങ്കിൽ, ഒരേ പോയിന്റിൽ, അതിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സ്. നോൺ കൺകറന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ റിസൾട്ടന്റ് ആക്ട് ചെയ്ത ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ കൊലീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കൊലീനിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നോൺ കൊലീനിയർ അങ്ങനെ അല്ലാത്തതാണ്. കോപ്ലനാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്ലനാർ ഫോഴ്സ്. നോൺ കോപ്ലനാർ എന്ന് പറഞ്ഞാൽ വേറെ ഒരേ പ്ലെയിനിൽ അല്ലാതെ ആക്ട് ചെയ്യുവാണെന്നാണ് നോൺ കോപ്ലനാർ എന്ന് പറയുന്നത്. ദെൻ ബാക്കി താഴോട്ടുള്ള എല്ലാം എളുപ്പമാണ്. കോപ്ലനാർ കൺകറന്റ്, കോപ്ലനാർ നോൺ കൺകറന്റ്. കൺകറന്റ് എന്തുവാണോ പറഞ്ഞത് അതിനനുസരിച്ച് ബേസ് ചെയ്ത് പ്ലെയിനിലാണെങ്കിൽ കോപ്ലനാർ കൺകറന്റ് എന്ന് പറയാം. കോപ്ലനാർ നോൺ കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഒരേ പ്ലെയിനിലായിരിക്കും, പക്ഷേ ഒരു പോയിന്റിലായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ്. ദെൻ കോപ്ലനാർ ലൈക്ക് പാരലൽ ഫോഴ്സ് പറഞ്ഞ പാരലൽ ഫോഴ്സ് പറഞ്ഞു, ലൈക്ക് പാരലൽ ഫോഴ്സ് പറഞ്ഞു. അത് ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് കോപ്ലനാർ ലൈക്ക് പാരലൽ ഫോഴ്സ്. കോപ്ലനാർ അൺലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് പാരലൽ ഫോഴ്സ് ഒരു പ്ലെയിനിൽ വരികയാണെങ്കിൽ. ദെൻ നോൺ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലല്ല, കൺകറന്റ് ഫോഴ്സ് ആണ്. നോൺ കോപ്ലനാർ നോൺ കറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിലല്ല, നോൺ കൺകറന്റ് ഫോഴ്സ് ആണ്. ജസ്റ്റ് എന്തൊക്കെയാണ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഫോഴ്സസിന്റെ നെയിംസ് പറഞ്ഞേ ഉള്ളൂ. എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെയുള്ളത് ലോ ഓഫ് ഫോഴ്സസ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ലോ എന്ന് പറഞ്ഞ ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സും രണ്ട് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സും. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടതാണ്.
പോളിഗൺ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ലോ ഓഫ് ഫോഴ്സ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ്. പണ്ട് മെക്കാനിക്സ് പഠിച്ചപ്പോൾ എല്ലാവരും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ കാണിച്ച ഡയഗ്രം ഉൾപ്പെടെ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോയാണ്. ഇഫ് ടു ഫോഴ്സസ് ആർ represented both in magnitude and direction by the adjacent side of a triangle taken in order, then their resultant is represented by the third side of the triangle taken in the reverse order. നോക്കണം, നമുക്കറിയാം ഇങ്ങനെ നോക്കുമ്പോൾ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെ, അതേ ഡയറക്ഷൻ തന്നെ എടുത്താണ്, അല്ലെങ്കിൽ അതേ ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ സൈഡ് ബേസ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാം. ഇത് F1 ഇത് F2 ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് സൈഡ് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഈ സൈഡ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? അവിടുത്തെ റിസൾട്ടന്റിനെ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ കോമൺ ടോട്ടൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. പക്ഷേ അതിന്റെ ഡയറക്ഷൻ എടുക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? ഇപ്പൊ എടുത്ത സൈഡിന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ്. കണ്ടോ, ഇപ്പോൾ നോക്കൂ, കാണിച്ചിരിക്കുന്നത് F1 ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, F2 ഇങ്ങോട്ടാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അല്ലെ റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അതാണ് പറഞ്ഞത്. If two forces are represented both in magnitude and direction by the adjacent side of a triangle taken in order. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതേ ഓർഡറിൽ എടുക്കും. ഓക്കെ, then their resultant is represented. അടുത്ത ഓർഡർ ശരിക്കും അങ്ങനെ ഇങ്ങോട്ടാണ് വരേണ്ടത്, പക്ഷെ റിസൾട്ട് എടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. Third side by the triangle taken in the reverse order. So F is equal to F1 plus F2 എന്ന് പറയുന്ന ലോയാണ് ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് ലോയാണ്. ഇഫ് ടു ഫോഴ്സസ് ആർ റെപ്രസെന്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ അഡ്ജസന്റ് സൈഡ് ഓഫ് എ പാരലോഗ്രാം. ഈ കാണുന്ന കൂട്ട് പാരലോഗത്തിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ് ആയിട്ട് നമുക്ക് ഫോഴ്സ് F1 അതുകൊണ്ട് തന്നെ ഫോഴ്സ് F2 കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഡ്രോൺ ഫ്രം എ പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും, then the resultant is represented by the diagonal of the parallelogram drawn from the സെയിം പോയിന്റ്. വളരെ ആപ്ലിക്കബിൾ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗത്തിന്റെ ഡയഗണൽ എന്താണോ അതായിരിക്കും എന്തിനെ കാണിക്കുന്നത്? ഈ ഫോഴ്സസിന്റെ റിസൾട്ടന്റിനെ കാണിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്. അപ്പൊ ഈ കാണുന്ന കൂട്ട് ഇങ്ങനെ രണ്ട് ഫോഴ്സ് നമ്മൾ പാരലോഗ്രാം ആക്കി മാറ്റുകയാണെങ്കിൽ എന്താണോ ഈ ഡയഗണല് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുത്തെ റിസൾട്ടന്റിനെ ആയിരിക്കും, വിച്ച് ഈസ് F1 പ്ലസ് F2 ആയിരിക്കും എന്ന് പറയുന്ന ലോയാണ് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ്. ഇതൊക്കെ വളരെയധികം മെക്കാനിക്സിലൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. നമ്മൾ ജസ്റ്റ് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഭാഗമാണ്. ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും പറയാം, പോളിഗൺ ലോ ഓഫ് ഫോഴ്സ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, എഞ്ചിനീയറിംഗ് ഫീൽഡിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇഫ് എനി നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ബി റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ബൈ ദ സൈഡ്സ് ഓഫ് എ പോളിഗൺ. ഇങ്ങനെ കുറെ ഫോഴ്സ് ആയി കാണുന്നത് കുറെ ഫോഴ്സ് ഇരിക്കുകയാണ്. ഇതിനെ നമ്മളൊരു പോളിഗന്റെ സൈഡ്സ് ആയിട്ട് ഓർഡറിൽ കാണിക്കുവാണെങ്കിൽ then the forces will be in equilibrium. അങ്ങനെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഫോഴ്സസിന്റെ ടോട്ടൽ സം എടുക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ട്രയാങ്കിൾ ലോസ് പല 3 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3. ആ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവിക റിസൾട്ടന്റ് നമുക്ക് സെയിം ആയിട്ട് വരും. അതുകൊണ്ട് പറയാൻ പറ്റും the forces will be in equilibrium, which is known as പോളിഗൺ ലോ ഓഫ് ഫോഴ്സ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. തൊട്ട് മുമ്പിൽ പറഞ്ഞ രണ്ട് ലോയും അറിഞ്ഞിരിക്കണം. ട്രയാങ്കിൾ ലോ ഓഫ് ഫോഴ്സ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് ചോദിക്കാം. കാരണം നമ്മുടെ ഈ എക്സാമിന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വളരെയധികം പ്രതീക്ഷിക്കാം. കാരണം ഇതൊക്കെ തിയറിയാണ്. തിയറി പാർട്ടിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് പഠിച്ചിരിക്കുക. ട്രയാങ്കിൾ ലോ, പാരലൽ ലോ ആൻഡ് പോളിഗൺ ലോ. അപ്പൊ ഇത്രയാണ് ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ആദ്യം തന്നെ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു. മാറ്റർ എന്താണ്, ബോഡി എന്താണ്, ദെൻ മാസ് എന്താണ്, അതിനുശേഷമാണ് ഫോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഈ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സെന്നോ ഒരു ഡെഫിനിഷൻ എന്നോ പറയാം, വിച്ച് ഈസ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒരു ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് എ ഗിവൺ പോയിന്റ് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ദ ഫോഴ്സ് അബൌട്ട് ദ പോയിന്റ് ആൻഡ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ perpendicular distance between the point and the line of action of the force. നോക്കൂ, ഇവിടെ ഈ പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാറി ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുകയാണ് ഈ ഡയറക്ഷനിൽ.
അങ്ങനെയെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഈ പോയിന്റിൽ ഒരു മൊമെന്റ് ഉണ്ടാവാം. അത് കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് ആ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണോ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ഈ പോയിന്റും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. Okay, the point and the line of action of the force. അപ്പോ ഈ പോയിന്റും ഇത്രയും ഡിസ്റ്റൻസ് ആണല്ലേ, ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആണല്ലോ ടി. അപ്പോൾ മൊമെന്റ് കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് മൊമെന്റ് m is equal to വേണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഒരു ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ യൂണിറ്റ് എന്തുവാന്ന് ചോദിച്ചാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നറിയാം. ദെൻ ഡിസ്റ്റൻസിന്റെ മീറ്റർ ആണ്. സോ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മൊമെന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്നാവും. ഇതാണ് ഒരു ഫോഴ്സിന്റെ മൊമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.